ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മീനില്ലാത്ത മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. ചോറിലേക്കൊക്കെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു മൺചട്ടി ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മൺചട്ടിയിലല്ല ഉണ്ടാക്കിയെടുക്കാറ്. അതുകൊണ്ട് തന്നെ ഒരു മൺചട്ടി തന്നെ നമുക്ക് ഈ ഒരു കറിയും തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും പാൻ എടുത്താലും മതി കേട്ടോ. ഏതിലും വെച്ച് തയ്യാറാക്കിയെടുക്കാം. മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവും നല്ലത്. ഇനി അതിലേക്ക് നമുക്കിതാ ഒരു 4 മീഡിയം സൈസുള്ള തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം മതിയാവും. എല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 എടുക്കുക കേട്ടോ. അധികം പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ 4 തക്കാളി എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം പുളി ഇല്ലാത്തത് നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് കറിക്ക് കിട്ടുള്ളേ. ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളിയുടെ പകുതി കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് എടുക്കട്ടെ. നല്ല ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു 6-7 ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യാതെയാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി ഒന്ന് ഞാൻ ഇതുപോലെ നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ പച്ചമുളകും അതുപോലെ ഇഞ്ചിയും ചതച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആക്കി എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് കുടംപുളി കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടത്. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കുടംപുളി ഇട്ടിട്ടല്ലേ വെക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസ് ഈ ഒരു സൈസിൽ മതി കേട്ടോ. കൂടുതലായി പോയാൽ പുളി കൂടി പോകും. അപ്പോൾ ഈ ഒരു സൈസിലുള്ള കുടംപുളി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് കമ്മിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഈ ഒരു ഉപ്പ് മതി കേട്ടോ. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ നരണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. അതൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ. ഇനിയിപ്പോൾ കയ്യിൽ ഗ്ലൗസ് അങ്ങനെ എന്ത് ഇട്ടിട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ നരണ്ടി എടുത്താലും മതി കേട്ടോ. അങ്ങനെ ആവും ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. ഇതുപോലെ നന്നായിട്ട് നരണ്ടി കൊടുക്കണേ. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ. അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ള. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിറച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഗ്ലാസ്സിന് തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്തിട്ട് ഇനി കറി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ തക്കാളിയും അതേപോലെ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വേവായിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു 10 നമുക്കൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റോളം അങ്ങ് അടച്ച് വെക്കാം കേട്ടോ. ഇടയിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയിലൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് പിന്നെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്നും ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, തക്കാളിയും അതേപോലെ ഉള്ളിയൊക്കെ നല്ല പോലെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഉണ്ടല്ലേ, ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് വരണേ തക്കാളിയൊക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ ആ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ നല്ലൊരു കളറൊക്കെ കിട്ടാനും നമുക്ക് നല്ലത് ആ ഒരു തൊലിയോട് കൂടിയിട്ടൊക്കെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇങ്ങനെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണമെങ്കിൽ ഉടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറി ഒന്നും കൂടെ ഇങ്ങനെ തിക്കായിട്ട് വരിക.
അപ്പോൾ ഇത്രയും മതി കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിത് അവിടെ ഒരു ഗ്ലാസ് അടുത്ത് കണ്ടിട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കേട്ടോ. ഫസ്റ്റ് പാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, സെക്കൻഡ് പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് പാൽ നല്ല കട്ടിയായിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളത്തേക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല കട്ടിക്കുള്ള പാലാണ്. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ കറി തിളക്കാനായിട്ട് വെക്കരുത്, ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി, ജസ്റ്റ് ഒന്നങ്ങ് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ വേറെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി അതിലേക്ക് നമുക്ക് ഒരു 6-7 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ഏകദേശം ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 തണ്ടോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് തണുത്ത് വന്നാലാണ് ഒന്നുകൂടെ നല്ല കട്ടിക്കാവുക. ഇതിപ്പോൾ ചൂടോട് കൂടിയിട്ടായിട്ടാണ് ഇതുപോലെ ലൂസായിട്ട് നിൽക്കുന്നത്. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് വരുന്നതോട് കൂടിയിട്ട് തന്നെ നല്ല കട്ടിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ചോറിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തണുത്ത് വരുന്നതോട് കൂടിയിട്ട് ആകുമ്പോൾ തന്നെ നല്ല കട്ടിക്കായി വരും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ആ ഒരു തണുത്ത് വന്നതിന് ശേഷം കൂട്ടുമ്പോഴാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.